ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ ഇന്ന് വിശേഷാവസരങ്ങളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ചെമ്മീൻ റെസിപ്പിയാണ് ഷെയർ ചെയ്യണത്. ചില്ലി ഗാർലിക് ഷ്രിമ്പ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ചെമ്മീനാണ്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കിടക്കണ ഈ മത്തി ഉണ്ടല്ലോ, ഒരു 5-6 മത്തി ഉണ്ട്. അത് മീൻ വാങ്ങിക്കുന്ന സമയത്ത് വെറുതെ അയാൾ ഇട്ട് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് ചെമ്മീൻ വൃത്തിയാക്കുക എന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ പിന്നിലുള്ള കാലൊക്കെ പറിച്ചെടുത്തതിന് ശേഷം ഇത് കണ്ടില്ല, തലയുടെ ഈ പിൻഭാഗത്തുള്ള നാര് പോലെയുള്ള സംഭവങ്ങളൊക്കെ പറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ തോട് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിൻഭാഗത്തെ കാലുകൾ എടുക്കുമ്പോൾ അതിൻ്റെ പുറത്തുള്ള ഈ തോടും പെട്ടെന്ന് എടുത്ത് മാറ്റുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ കണ്ടില്ലേ, ഈ വാലിൻ്റെ ഭാഗത്തായിട്ടൊരു ഷാർപ്പായിട്ടുള്ളൊരു പോർഷൻ ഉണ്ട്. അത് ഇതുപോലെ വലിച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ചിലവർ വാല് വെച്ചിട്ട് നന്നാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് വാല് കളയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ആയിട്ട് ഒരു കറുത്ത ഭാഗം ഉണ്ടാവും. അത് വയറിൽ പെട്ടാൽ വയറുവേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലൊരു ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കത്തി കൊണ്ട് മുറിച്ച് കാണിച്ചു തരാം. അങ്ങനെ ടൂത്ത് പിക്ക് കൊണ്ട് എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് പോന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ചെമ്മീനിൽ അങ്ങനെ അഴുക്കില്ല കേട്ടോ. ചില ചെമ്മീൻ വാങ്ങുന്ന സമയത്ത് ആ നാര് പോലെയുള്ളത് കംപ്ലീറ്റ് ബ്ലാക്ക് ആയിരിക്കും. ഇനി എങ്ങനെയാണ് വാലും കൂടെ കംപ്ലീറ്റ് നമ്മൾ എടുക്കുന്നത് എന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം ഈ വാലിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് മാറ്റാൻ പറ്റും. ചെമ്മീൻ്റെ മേൽഭാഗത്തായിട്ടാണ് കേട്ടോ ഈ വേസ്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്കത് ഈ ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഈസി ആയിട്ട് എടുക്കാം. ചെമ്മീൻ വാങ്ങിക്കഴിഞ്ഞാൽ ആകെയുള്ള പണി അത് വൃത്തിയാക്കാനാണ്. അത് കുക്ക് ചെയ്യാൻ ഒരു പണിയില്ല. ഇപ്പോൾ ഏകദേശം ഇവിടെ കഴിയാറായി കേട്ടോ. ചെമ്മീൻ്റെ അകത്തെ വേസ്റ്റ് കളയാനാണ് ഏറ്റവും കൂടുതൽ പണി. അപ്പോൾ ഇതുപോലെ ടൂത്ത് പിക്ക് കൊണ്ടാണെങ്കിൽ എളുപ്പമാണ്. ടൂത്ത് പിക്കില്ലെങ്കിൽ ഇനി ഈർക്കിലോ അല്ലെങ്കിൽ പിന്നോ ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വരുന്ന ബെല്ലൈക്കണില്ലേ, അതുകൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കണേ. അങ്ങനെ എല്ലാ ചെമ്മീനും വൃത്തിയാക്കി കഴിഞ്ഞു. വൃത്തിയാക്കിയതിന് ശേഷമുള്ള ചെമ്മീനാണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേസ്റ്റാണ് കൂടുതൽ. ചെമ്മീൻ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു സങ്കടമായിരിക്കും കേട്ടോ. സങ്കടമല്ല, ഒരു നിരാശ. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ഇത്രയും വേസ്റ്റാണ് എന്നുള്ള ഒരു ചെറിയൊരു ഇത് അങ്ങനെ നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി ഇത് കഴുകിയെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 കോഴിമുട്ട. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മളിതിലിപ്പോൾ തീരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. സോയാ സോസിൽ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വൃത്തിയാക്കിയ ചെമ്മീൻ കൈ കൊണ്ടൊന്ന് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ ബാറ്ററിൽ ചെമ്മീൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ചുരുങ്ങിയതൊരു 15 മിനിറ്റെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ട ക്യാപ്സിക്കം, സവാള ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ 1.5 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സാക്കി വെക്കാം. നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിത് വേണം കേട്ടോ. അപ്പോൾ അപ്പോഴേക്കാണ് ഇത് കലക്കി വെക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി സവാളയും ക്യാപ്സിക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ആക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള കോട്ടിങ്ങൊക്കെ കരിഞ്ഞു പോകും, ചെമ്മീൻ വേവുമില്ല. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഗോൾഡൻ കളർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റാം.
അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചെമ്മീനൊക്കെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കിയത്. അപ്പോൾ കംപ്ലീറ്റ് ചെമ്മീനും ഞാൻ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ വെന്തിട്ടുമുണ്ട്, എന്നാൽ കോട്ടിങ് കരിഞ്ഞിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം. അതിനുശേഷം 2 വലിയ സവാള ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയി കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് 4 പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം അതുപോലെ സവാളയൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റാം. അപ്പോൾ ക്യാപ്സിക്കവും സവാളയൊക്കെ ചെറുതായി വഴന്ന് കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലി സോസാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ആക്കുക. പിന്നെ ഞാൻ അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, കാരണം ഞാൻ ഇവിടെ ഇന്ന് ചെമ്മീനും വീഡിയോ എടുക്കലൊക്കെ ആയിട്ട് കുറച്ച് വൈകിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ നമുക്ക് ഈ വെള്ളം ചേർക്കുന്നത് ഒഴിവാക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി ക്യാപ്സിക്കും സവാളയൊക്കെ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടില്ല, എന്നാൽ ജസ്റ്റ് വെന്തിട്ടുണ്ട്, ആ രീതിയിലാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ മസാലയിൽ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ സോയാ സോസിൻ്റെ ഒക്കെ ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മസാല ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് ഫ്രൈ ആക്കിയ ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ലെമൺ ജ്യൂസും കൂടെ ചേർക്കാം. അതിനുശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഈ ചില്ലി ഗാർലിക് ചെമ്മീൻ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ് കേട്ടോ. നമ്മൾ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെമ്മീൻ ഓയിലിൽ ഫ്രൈ ആക്കുമ്പോൾ തന്നെ അതിന് നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ പിന്നെ ക്യാപ്സിക്കവും സവാളയും അതിൻ്റെ സോസുകളൊക്കെ ചേർന്ന് വരുമ്പോൾ അപാര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഏതിൻ്റെ കൂടെ ഇത് നല്ല കോമ്പിനേഷനാണ്. നമ്മൾ സാധാ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നെയ്ച്ചോറ്, കുബൂസ്, പൊറോട്ട, ചപ്പാത്തി അങ്ങനെ എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പെപ്പർ പൗഡർ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്ത് എരിവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചില്ലി ഗാർലിക് ഷ്രിംപ്സ്. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ചെമ്മീൻ നന്നാക്കാൻ എടുക്കുന്ന ആ ഒരു ടൈമേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ കാണിച്ച പോലെയൊക്കെ നന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ അതും പെട്ടെന്ന് കഴിയും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത് തന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.